തൃക്കലങ്ങോട് ഗ്രാമപഞ്ചായത്തിൻ്റെ സമഗ്ര കുടിവെള്ള പദ്ധതി നമ്മൾ വളരെ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് കാത്തിരിക്കുന്നത്. നമ്മൾ അതിനുവേണ്ടി 60 സെൻറ്റ് സ്ഥലം ആമയൂരിൽ വാങ്ങുകയും ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് നിർമ്മിക്കുന്നതിന് വേണ്ടി ചാലിയാറിൽ നമ്മൾ അതിനു വേണ്ടിയുള്ള കിണറും കാര്യങ്ങളും കുഴിക്കാനുള്ള പദ്ധതിയും നമ്മുടെ പഞ്ചായത്തിനകത്ത് എല്ലാ സ്ഥലങ്ങളിലും അത് വിതരണം ചെയ്യുന്നതിനുള്ള ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റും അതോടൊപ്പം തന്നെ കുരിശിങ്കൽ പ്രദേശത്ത് എളങ്കൂർ ഭാഗത്തേക്ക് കുടിവെള്ളം വിതരണം ചെയ്യുന്നതിനാവശ്യമായിട്ടുള്ള ടാങ്ക് നിർമ്മിക്കുന്നതിനുള്ള അല്ലെങ്കിൽ സംവിധാനം ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള സംവിധാനം ഒക്കെ തന്നെ നമ്മൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. നമ്മൾ കുരിശിങ്കൽ ഇതിൽ 2018 നമുക്ക് ബഡ്ജറ്റിൽ പദ്ധതി ഫണ്ട് അനുവദിച്ചിരുന്നെങ്കിലും ആ മഹാപ്രളയകാലത്ത് അത് നടക്കാതെ പോയി. പക്ഷേ അതിൻ്റെ തുടർ നടപടികൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും സംസ്ഥാന സർക്കാരിൻ്റെ വളരെ ഇച്ഛാശക്തിയോടുകൂടിയുള്ള പ്രവർത്തനത്തെ ഫലമായിട്ട് വളരെ പെട്ടെന്ന് തന്നെ ഈ പദ്ധതി നമ്മുടെ പഞ്ചായത്തിനകത്ത് യാഥാർത്ഥ്യമാകുന്നതാണ്. അതിനുവേണ്ടിയുള്ള സജീവമായ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. കൂടാതെ ഈ കോവിഡ് കാലഘട്ടത്തിൽ നമുക്ക് ഏറ്റവും മാതൃകാപരമായിട്ട് നമ്മളെല്ലാവരും ലോകം മുഴുവൻ വിറച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ഓരോരുത്തരെയും ധൈര്യം തന്ന് നമ്മളെ സംരക്ഷിച്ച നമ്മുടെ സംസ്ഥാന സർക്കാരും നമ്മുടെ മുഖ്യമന്ത്രിയുണ്ട്. അതിൻ്റെ ചുവട് പിടിച്ചുകൊണ്ട് തന്നെ തൃക്കലങ്ങോട് പഞ്ചായത്തിൽ ആദ്യം മുതൽ അവസാനം വരെ ഒരു പരാതിയുമില്ലാത്ത രീതിയിൽ നമ്മുടെ പഞ്ചായത്തിനകത്ത് കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തുകയും കോവിഡ് കെയർ സെൻ്ററുകൾ ഏറ്റവും മാതൃകാപരമായി മുന്നോട്ട് കൊണ്ടുപോവുകയും വിദേശത്ത് നിന്നും നമ്മുടെ സാധാരണക്കാരെ വീടുകളിൽ നിന്നും ക്വാറന്റൈനിൽ നിൽക്കാൻ സൗകര്യമില്ലാത്ത മുഴുവൻ ആളുകൾക്കും നമ്മൾ എളങ്കൂർ EKC കോളേജിൻ്റെ ഹോസ്റ്റലിൽ സജ്ജീകരിച്ചിട്ടുള്ള സംവിധാനം കോവിഡ് കെയർ സെൻ്ററിൽ അതിനു വേണ്ടിയുള്ള മുഴുവൻ സംവിധാനം നമ്മൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതിനു വേണ്ട മുഴുവൻ ഫണ്ടും പഞ്ചായത്ത് തന്നെയാണ് ആ ഫണ്ടും നമ്മൾ വിനിയോഗിച്ചിട്ടുള്ളത്. കൂടാതെ അവിടെ രണ്ടാമത്തെ സെൻ്ററിൽ CFLTC തുടങ്ങേണ്ടി വരും. കാരണം രോഗം മൂർച്ഛിക്കുകയാണെങ്കിൽ അത്തരം സംവിധാനം വേണ്ടി വരും എന്നുള്ള രീതിയിലുള്ള എല്ലാ സജ്ജീകരണങ്ങളും അത് മുഴുവൻ പൊതുജന സഹകരണത്തോടു കൂടി അവിടേക്ക് ആവശ്യമായിട്ടുള്ള ഫ്രിഡ്ജ് മുതൽ അതുപോലെ തന്നെ വാഷിംഗ് മെഷീൻ മുതൽ ചെറിയ ഗ്ലാസ് വരെയുള്ള മുഴുവൻ സംവിധാനവും തൃക്കലങ്ങോട് പഞ്ചായത്തിലുള്ള സാധാരണക്കാരായ ജനങ്ങളും അതുപോലെ തന്നെ മറ്റു വ്യവസായികളും ഒക്കെ തന്നെ സൗജന്യമായി സംഭാവന ചെയ്തതാണ്. പക്ഷേ നമുക്ക് ഭാഗ്യത്തിന് അത് ഉപയോഗിക്കേണ്ടി വന്നില്ല, അത്രയും പ്രയാസത്തിലേക്ക് അത് വന്നിട്ടില്ല. എന്നിരുന്നാലും ഈ ഒരു പ്രവർത്തനത്തിന് നമ്മുടെ പഞ്ചായത്തിലെ ആരോഗ്യ പ്രവർത്തകരും അതോടൊപ്പം തന്നെ നമ്മുടെ പഞ്ചായത്തിലെ സ്റ്റാഫും മറ്റ് മുഴുവൻ ജനങ്ങളുടെയും മുഴുവൻ സപ്പോർട്ടും പഞ്ചായത്ത് മെമ്പർമാരടക്കമുള്ള മുഴുവൻ ആളുകളുടെയും സപ്പോർട്ടും നമുക്ക് ലഭിച്ചിട്ടുണ്ട്. പഞ്ചായത്തിനകത്ത് ഈ മഹാമാരിയെ വളരെ നല്ല രീതിയിൽ നമുക്ക് നേരിടുന്നതിന് വേണ്ടി സാധിച്ചു എന്നുള്ളത് വളരെ സന്തോഷം നൽകുന്ന കാര്യമാണ്. നമ്മുടെ പഞ്ചായത്ത് മറ്റ് പഞ്ചായത്തുകളിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നത് സാംസ്കാരിക രംഗത്തുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമാണ്. സാംസ്കാരിക രംഗത്തുള്ള പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഞാൻ പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത് വായനശാലകളുടെ പ്രവർത്തനമാണ്. മറ്റ് പല പഞ്ചായത്തുകളും വായനശാലകൾക്കും അല്ലെങ്കിൽ അതുപോലുള്ള സ്ഥാപനങ്ങൾക്ക് വലിയ സഹായമോ സഹകരണങ്ങളോ നൽകാതിരുന്നപ്പോൾ നമ്മൾ അവർക്ക് ആവശ്യമുള്ളത് എന്താണോ എന്ന് നോക്കി അവരുടെ യോഗം വിളിച്ചു ചേർത്ത് ഈ സാംസ്കാരിക രംഗത്ത് അവർക്ക് ആവശ്യമുള്ളത് മുഴുവൻ നൽകുന്ന ഒരു സംവിധാനമാണ് നടപ്പിലാക്കിയിട്ടുള്ളത്. അവർക്ക് പുസ്തകങ്ങൾ കുറവുണ്ടെങ്കിൽ പുസ്തകങ്ങൾ എത്തിച്ചു കൊടുക്കുക, പത്രങ്ങൾ കുറവുള്ളവർക്ക് പത്രങ്ങൾക്കുള്ള സംവിധാനം നൽകുക, അതേപോലെ തന്നെ TVയും അതുപോലെ തന്നെ കമ്പ്യൂട്ടറും ഒക്കെ ഇല്ലാത്തവർക്ക് അത്തരം സൗകര്യങ്ങൾ നമ്മൾ പഞ്ചായത്തിൻ്റെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് തന്നെ നൽകാൻ കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് 12ഓളം വായനശാലകൾ തൃക്കലങ്ങോട് പഞ്ചായത്തിലുണ്ട്. നമ്മുടെ ഈ പ്രദേശത്ത് ഏറ്റവും അധികം വായനശാലകൾ ലൈബ്രറി കൗൺസിലിൻ്റെ അംഗീകാരമുള്ള വായനശാലകൾ തന്നെ 12 നമുക്കുണ്ട്. അപ്പോൾ അത്രയധികം വായനശാലകൾക്കൊക്കെ തന്നെ നമുക്ക് ഈ സൗകര്യങ്ങൾ ഏർപ്പെടുത്തി കൊടുക്കാൻ കഴിഞ്ഞു എന്ന് മാത്രമല്ല കെട്ടിടമില്ലാത്ത വായനശാലകൾക്ക് നമുക്ക് പുതിയ കെട്ടിടങ്ങൾ നിർമ്മിച്ചു കൊടുക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. നമ്മുടെ തച്ചുണ്ണിയിൽ യുവശക്തി വായനശാല അങ്ങാടിയിൽ തന്നെ ഏകദേശം 3 സെൻറ്റ് സ്ഥലം 15 ലക്ഷം റുപ്യ വെച്ച് വാങ്ങിയപ്പോൾ പഞ്ചായത്ത് 10 ലക്ഷം റുപ്യ കൊടുത്തുകൊണ്ട് ആ വായനശാലയ്ക്ക് പുതിയൊരു കെട്ടിടം ഉണ്ടാക്കുകയാണ് ചെയ്തത്. കൂടാതെ തൃക്കലങ്ങോട് വായനശാലയ്ക്ക്, കരിക്കാട് വായനശാലയ്ക്ക്, കാരക്കൊന്ന് 34 വായനശാലയ്ക്കൊക്കെ നിലവിലുള്ള കെട്ടിടത്തിൻ്റെ മുകളിൽ നല്ല മീറ്റിംഗ് ഹാൾ നിർമ്മിക്കുന്നതിനാവശ്യമായി ഫണ്ട് നൽകുകയും അവയുടെ ഒക്കെ തന്നെ പ്രവർത്തനം നല്ല രീതിയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്.